വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പോലും നമുക്ക് നിരന്തരമായി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു മനുഷ്യന് ഒരു പ്രിയപ്പെട്ട കഴുതയുണ്ടായിരുന്നു. ആ കഴുതയാണ് അദ്ദേഹത്തിൻ്റെ ജോലിയിലൊക്കെ ആ മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും അവരിങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ കഴുത ഒരു വലിയ കുഴിക്കകത്ത് വീണുപോയി. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള സകല മാർഗ്ഗങ്ങളും അദ്ദേഹം നോക്കി അവസാനം പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ, എന്നാൽ ഈ കുഴി മൂടി അതിന് മരണം അനുവദിച്ച് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യൻ അത് ആ കുഴിയിലേക്ക് മണ്ണിങ്ങനെ വാരി വാരി ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മണ്ണ് അതിനകത്തോട്ട് ഇടാൻ തുടങ്ങി. ഈ മണ്ണിടുന്തോറും ഈ കഴുത എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കുടഞ്ഞ് ആ മണ്ണെല്ലാം അതിൻ്റെ ദേഹത്തുനിന്ന് കളഞ്ഞിട്ട് ആ നികത്തി അത്രയും അത് കയറി വരും. അങ്ങനെ മണ്ണിടുന്തോറും അത് വീണ്ടും കുടഞ്ഞു കളയുകയും നികത്തി അത്രയും കയറി വരികയും ചെയ്ത് അവസാനം ആ മണ്ണ് ഏകദേശമൊക്കെ ആ കുഴി നിറയാറായപ്പോഴത്തേക്ക് ആ കഴുത ആ കുഴിക്ക് വെളിയിലെത്തുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിരന്തരമായി പോരാടുകയാണെങ്കിൽ, നമ്മൾ കുടഞ്ഞു കളയാനും നിരന്തരമായി പ്രയത്നിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കയറി വരാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകും. ഒരുപക്ഷെ ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഡിസ്കാർഡ് ചെയ്ത സാഹചര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ചില ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ഉത്തരങ്ങൾ ഉണ്ടായെന്ന് വരില്ല. അവിടെയാണ് നമ്മൾ ജ്ഞാനിയായ അറിവുള്ള അല്ലെങ്കിൽ ഈ കാര്യത്തിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരാളുടെ സഹായം സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രോബ്ലം, നമുക്ക് ഒരു നിസ്സഹായമായൊരു സാഹചര്യം വന്നാൽ നമ്മളൊരു ആളുടെ സഹായം സ്വീകരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മറ്റുള്ളവരോട് പറയാനോ ഒക്കെ നമുക്ക് ഭയങ്കര ഈഗോയോ അല്ലെങ്കിൽ വലിയ കുറച്ചിലോ ദുരഭിമാനമോ ഒക്കെയാണ്. അത് നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ ഒരാളുടെ ഹെൽപ്പൊക്കെ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ചിലപ്പോൾ അത്ഭുതകരമായ വഴികളായിരിക്കും നമുക്ക് തുറന്നു വരിക. കാരണം നമ്മുടെ ചിന്താഗതി കൊണ്ട്, പ്രത്യേകിച്ചൊരു വളരെ നെഗറ്റീവായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, വളരെ നമ്മൾ ഇമോഷണലായി തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്കൊരു പുതിയ വഴി തുറന്ന് കിട്ടണമെന്നില്ല. കാരണം നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് അതാണ്. ആ സമയത്ത് വളരെ സമചിത്തതയുള്ള, വളരെ കഴിവുള്ള അല്ലെങ്കിൽ ജ്ഞാനമുള്ള ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള വഴികൾ ഒരുപക്ഷെ അവർ കാണിച്ചു തരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മളൊരു മെൻറ്ററിൻ്റെയോ ഒരു കൗൺസിലറിൻ്റെയോ ഒക്കെ ഹെൽപ്പ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്.